അത് പരിഗണിക്കേണ്ട പ്രശ്നമില്ല. എത്രയോ പ്രാവശ്യം പരിഗണിച്ചില്ല, എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇനി അതിൻ്റെ മേലെ പറയും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ എന്തെല്ലാം ചർച്ചയാണ്. 3 പേരടങ്ങുന്ന 4 മാസത്തേക്കുള്ള അന്വേഷണം, 4 പേരടങ്ങുന്ന 8 മാസത്തേക്കുള്ള അന്വേഷണം, ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇലക്ഷൻ തുടങ്ങിയാൽ എന്തെല്ലാം വരും? ഇതല്ല ഇവിടെ ചർച്ച ചെയ്യാൻ, ആര് ചർച്ച ചെയ്യാൻ? എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. സോളന്റെ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താത്തതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ. അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, കേസിൻ്റെ ഭാഗമായിട്ട് ഇനി 4 മാസത്തെയും 8 മാസത്തെയും അന്വേഷണം വരട്ടെ, അപ്പം നോക്കാമെന്നും. നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഭയമില്ലാന്ന്. നിയമപരമായിട്ടുള്ള നോക്കും, എല്ലാം നിയമപരമായിട്ട് നേരിടാതിരിക്കാൻ പറ്റുമോ? രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചുമതല. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കും. നിയമപരമായിട്ട് സ്വീകരിക്കേണ്ടവർ നിയമപരമായിട്ടും സ്വീകരിക്കും.